Dear students, Kerala Engineering Entrance Examinde previous year questions ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. Today we can go with the magnetism and matter. ആദ്യം 2020 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. Here, which one of the following characteristics is not associated with a paramagnetic material? ഇപ്പോൾ സാധാരണ നമ്മുടെ കേരള എഞ്ചിനീയറിംഗ് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് ഓർ റോങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ വളരെ വ്യക്തതയോടെ സബ്ജക്റ്റ് കണ്ടൻറ് അറിയാവുന്ന സ്റ്റുഡൻസിന് മാത്രമേ ഈ ഉത്തരത്തിലേക്ക് എത്തുവാൻ പറ്റൂ എന്നുള്ള കാര്യം ഓർക്കുക. സോ ഹിയർ ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് നോട്ട് അസോസിയേറ്റഡ്. അപ്പം റോങ് ആയിട്ട് ബേസ് ചെയ്യുന്ന കൺസെപ്റ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ഇറ്റ് ഈസ് വീക്ക്ലി മാഗ്നറ്റൈസ്ഡ് ഇൻ ദി ഡിറക്ഷൻ ഓഫ് ദ മാഗ്നറ്റൈസിങ് ഫീൽഡ് ഇൻ വിച്ച് ഇറ്റ് ഈസ് പ്ലേസ്ഡ്. അത് സ്ട്രോങ്ലി മാഗ്നറ്റൈസ്ഡ് ആകുമ്പോൾ അത് ഫെറോ മാഗ്നറ്റ് ആണെന്നും അതേ ഡയറക്ഷനിൽ വീക്ക്ലി മാഗ്നറ്റൈസ്ഡ് ആകുമ്പോൾ പാരാമാഗ്നറ്റിക് ആണെന്നും അതോടൊപ്പം തന്നെ അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ അത് വീക്ക്ലി ആണെങ്കിൽ അത് ഡൈ ആണെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് വൺ അല്ല ആൻസർ, റോങ് ആയിട്ടുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇറ്റ്സ് മാഗ്നറ്റിക് പെർമിയബിലിറ്റി. യെസ്, മ്യൂ ആർ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് ലെസ് ആണെങ്കിലും അത് ഗ്രേറ്റർ ദാൻ 1 ആണെന്ന് നമുക്കറിയാം. സസെപ്റ്റിബിലിറ്റി എന്ന് പറയുന്നത് പോസിറ്റീവ് തന്നെയാണ്. ഇറ്റ്സ് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ഇൻക്രീസസ് വിത്ത് റൈസ് ഇൻ ടെമ്പറേച്ചർ. സാധാരണ നമ്മൾ the variation of that susceptibility with temperature നമ്മൾ ഡ്രോ ചെയ്താൽ അതൊരു ഡയമാഗ്നറ്റിക്കിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന സമയത്ത്, പക്ഷെ നമുക്കറിയാം പാരാമാഗ്നറ്റിക്കിന് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് അത് ഡിക്രീസസ് ആണ് എന്ന് നമുക്ക് പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇൻക്രീസസ് എന്നാണ്. സോ വി ക്യാൻ ടേക്ക് ഡി എസ് ദി ചോയ്സ് ഫോർ ദി for the first question. ഈ ചോയ്സ് ഇറ്റ്സ് ഇൻഡിവിജ്വൽ ആറ്റം ഓർ മോളിക്യൂൾ ഓർ അയോൺ ഹാസ് എ നെറ്റ് നോൺ സീറോ മാഗ്നറ്റിക് മൊമെൻ്റ് ഓഫ് ഇറ്റ്സ് ഓൺ. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മറ്റൊരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് വെക്കുമ്പോൾ അവയ്ക്ക് ഒരു അലൈൻമെൻ്റ് ഉണ്ടാകുകയും അതുകൊണ്ട് തന്നെ അവനൊരു മാഗ്നറ്റൈസ്ഡ് ആയിട്ട് മാറുകയും ചെയ്യുന്നത്. സോ നമുക്ക് ഡി ആൻസർ ആയിട്ട് പറയാം. സോ വി ക്യാൻ മൂവ് വിത്ത് ദ നെക്സ്റ്റ് വൺ, നമ്പർ 2. Choose the wrong statement. Again, another type of question. അതേ സിമിലർ ടൈപ്പാണ്. ഫസ്റ്റ് വൺ, the magnetic declination is greater at higher latitude and smaller near the equator. ഇപ്പോൾ സാധാരണ നമ്മുടെ ഡിക്ലിനേഷൻ എന്ന് പറയുമ്പോൾ the angle between the magnetic meridian and that geographical meridian. അപ്പോൾ ഈ ആംഗിളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ടുവേഴ്സ് ദ ഇക്വേറ്റർ ദറ്റ് മാഗ്നറ്റിക് മെറിഡിയൻ ഈസ് സോ ക്ലോസ് ടു ദ ജോഗ്രഫിക്കൽ മെറിഡിയൻ, ദറ്റ് മീൻസ് ദറ്റ് ആംഗിൾ ഈസ് സ്മോൾ. അപ്പോൾ ഇക്വേറ്റർ വരുമ്പോൾ ആ വാല്യൂ ചെറുതായിരിക്കും. ബട്ട് ടുവേഴ്സ് ദ ഹയർ ലാറ്റിറ്റ്യൂഡ്സ് both the meridians are far apart and that angle is large. അപ്പോൾ ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്നുള്ള കാര്യം ഓർക്കുക. നമുക്ക് റോങ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ലുക്ക്, നെക്സ്റ്റ് വൺ, ഇൻ മോസ്റ്റ് ഓഫ് ദ നോർത്തേൺ ഹെമിസ്ഫിയർ ദ സൗത്ത് പോൾ ഓഫ് ദ ഡിപ്പ് നീഡിൽ ടിൽസ് ഡൗൺവേർഡ്. അപ്പോൾ നമ്മൾ സാധാരണ രൂപത്തിൽ എർത്ത് മാഗ്നറ്റിസത്തിൽ ഒരു അസംഷൻ നമ്മൾ പറയുന്നത്, ഇപ്പോൾ നമ്മളിതൊരു എർത്ത് കൺസെപ്റ്റ് ആണെങ്കിൽ നമുക്ക് ഇൻസൈഡ് ദർ ഈസ് എ ലാർജ് മാഗ്നറ്റ് ഈസ് ബറീഡ്. അപ്പോൾ ആ മാഗ്നറ്റിൻ്റെ ഓറിയൻറ്റേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ, ഇപ്പോൾ നമ്മുടെ ജോഗ്രഫിക്കലായിട്ടുള്ള ഇത് നോർത്തേൺ ഹെമിസ്ഫിയർ ആണെന്നിരിക്കട്ടെ, ഇത് നമ്മളുടെ സൗത്തേൺ ഹെമിസ്ഫിയർ ആണെങ്കിൽ നോർത്തേൺ ഹെമിസ്ഫിയറിനകത്ത് നമ്മളുടെ ദാറ്റ് സൗത്ത് പോൾ ഈസ് ബറീഡ് ആൻഡ് ഹിയർ ദ നോർത്ത് പോൾ ഈസ് ബറീഡ്. അപ്പോൾ നമ്മൾ ഒരു സാധാരണ മാഗ്നറ്റിനെ നമ്മുടെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ നമ്മൾ ഹാങ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ നോർത്ത് പോള്
താപ്പോട്ട് ടിൽറ്റഡ് ആകുമെന്നുള്ള കാര്യം ഓർക്കുക. ദാറ്റ് ഈസ് ദ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. കാരണം ദിസ് സൗത്ത് പോൾ ആ നോർത്ത് പോൾ ഓഫ് ദ മാഗ്നറ്റിനെ അട്രാക്റ്റഡ് ആക്കും. അതുകൊണ്ട് തന്നെ ദാറ്റ് നോർത്ത് പോൾ ഈസ് ടിപ്പ് നീഡിൽ ടിൽറ്റ് ഡൗൺവേർഡ്സ്. പക്ഷെ അതേ സമയത്ത് സൗത്തൺ ഹെമിസ്ഫിയറിലേക്ക് വരുമ്പോൾ അവിടെ സൗത്ത് പോൾ ആയിരിക്കും താഴോട്ട് വരിക. സോ ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് റോങ്. സോ വി ക്യാൻ ടേക്ക് ബി എസ് ദി റോങ് സ്റ്റേറ്റ്മെൻറ്റ്. മറ്റ് സ്റ്റേറ്റ്മെൻറ്റുകൾ ശ്രദ്ധിക്കുക. ദ സർക്കുലേറ്റിംഗ് ഇലക്ട്രോൺ ഇൻ an atom has a magnetic moment. The magnetic declination at degrees 0 degree 41 minute east and at Mumbai 0 degree 58 minute west. നമ്മുടെ എൻ സി ആർ ടിയിലെ സെൻറ്റൻസുകളാണെന്നുള്ള കാര്യം ഓർക്കാം. അറ്റ് ദ പോൾസ് ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ കൺവേർജിങ് or diverging vertically so that the horizontal component is negligible and hence delta becomes pi by 2 എന്നുള്ള കാര്യം ഓർക്കുക. Delta means that angle of dip. So here we can quote B as the answer. We can move with the third question from 2016. ചില വർഷങ്ങളിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് മറ്റ് ചാപ്റ്ററുകളിലേക്ക് മൂവ് ചെയ്യാറുണ്ട്. സാധാരണ രൂപത്തിൽ മൂവിങ് ചാർജസുമായിട്ട് ലിങ്ക് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. So here 2016. A bar magnet has a time period T. If a similar brass piece, so that is not a magnet alla, of the same mass is placed over it, then the number of oscillations it makes in 1 second is. So നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ 1 second, ദാറ്റ് ഈസ് ഫ്രീക്വൻസി വി നീഡ് ടു ഫൈൻഡ് ഇറ്റ്. അപ്പോൾ അവിടെ എന്താണ് നമ്മളോട് ചെയ്യേണ്ട കാര്യം? നോക്കൂ, ഒരു ബാർ മാഗ്നറ്റ്, അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഐയും, അപ്പോൾ അതിൻ്റെ മാഗ്നറ്റിക് മൊമെൻ്റ് എമ്മും അവൻ ഇരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ബിയും ആണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ടൈം പീരീഡിൻ്റെ റിലേഷൻ നമുക്ക് എത്തിക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് ഐ ഡിവിഷൻ ബൈ എം ഇൻറ്റു ബി. ഇതാണ് നമ്മുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ ഈ ഒരു ബാർ മാഗ്നറ്റിൻ്റെ പുറത്ത് അപ്പോൾ മാഗ്നറ്റിക് മൊമെൻ്റ് ഇല്ലാത്ത ഒരു ബ്രാസ് ആയിട്ടുള്ള, അപ്പോൾ അവൻ്റെ സിമിലർ എന്നുള്ള കൺസെപ്റ്റാണ് പറയുക. അപ്പോൾ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ആഡപ്പ് ചെയ്യാണ് അല്ലേ. സോ ഐ ഡാഷ് എന്ന് പറയുന്നത് നമുക്ക് 2i ആയിട്ട് എടുക്കാം. മാഗ്നറ്റിക് മൊമെൻറ്റും ബിയും വ്യത്യാസപ്പെടുന്നില്ലല്ലോ. സോ നമുക്ക് ടൈം പീരീഡ് എന്ന് പറയുന്നത് വി ക്യാൻ റൈറ്റ് 2π ഇൻറ്റു റൂട്ട് ഓഫ് ദാറ്റ് ഐ ഡാഷ്, ദാറ്റ് ഈസ് 2i ബൈ എം ഡാഷ്, ദാറ്റ് ഈസ് എം ഇൻറ്റു ബി ഡാഷ്, സെയിം തന്നെയാണ്. എന്ന് പറയുമ്പോൾ അത് റൂട്ട് 2 ടൈംസ് ഓഫ് 2π ഇൻറ്റു റൂട്ട് ഓഫ് ദാറ്റ് ഐ ഡിവിഷൻ ബൈ എം ഇൻറ്റു ബി. നമുക്കറിയാം 2π ഇൻറ്റു റൂട്ട് ഓഫ് ഐ ബൈ എം ബി എന്ന് പറയുന്നത് എന്താണ്? സോ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു ദ ടൈം പീരീഡ് ഇറ്റ്സെൽഫ്. അപ്പോൾ നമുക്ക് ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഫ്രീക്വൻസിയാണ് അല്ലേ. അപ്പോൾ സ്വാഭാവികപരമായിട്ടും ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1π ടൈം പീരീഡ് അല്ലേ. So 1π root to 2t LA. So we can take A as the answer. So we can move with the question number from 2014. Fourth question. Look. If a magnetic dipole of moment capital M is situated in the direction of the magnetic field B. So at first angle എന്ന് പറയുന്നത് തന്നിരിക്കുന്നത് ഡയറക്ഷനിലാണ് എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രിയാണ്. ആൻഡ് ഈസ് റൊട്ടേറ്റഡ് ബൈ 180. സോ അപ്പോൾ രണ്ടാമത്തെ ആംഗിൾ എന്ന് പറയുന്നത് 180 ആണെങ്കിൽ വാട്ട് അബൌട്ട് ദി എമൗണ്ട് ഓഫ് വർക്ക് ഡൺ? സോ ഇൻ ഓർഡർ ടു ടിൽറ്റ് ഫ്രം ആൻ ആംഗിൾ θ1 to θ2 എന്തുമാത്രം വർക്ക് ആണ് നമ്മൾ ചെയ്യേണ്ടത്? ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻ്റ് റിലേഷൻ. ദാറ്റ് ഈസ് പി ഇൻറ്റു ഇ ഇൻറ്റു കോസ് θ1 മൈനസ് കോസ് θ2. അപ്പോൾ ഇവിടെ θ1 എന്ന് പറയുമ്പോൾ നമ്മുടെ ഇനിഷ്യലി ഉള്ള അതിൻ്റെ ആംഗിൾ ഓഫ് ഓറിയൻറ്റേഷൻ ആൻഡ് θ2 എന്ന് പറയുന്നത് ഫൈനലായിട്ടുള്ള ആംഗിൾ. സോ കീപ്പ് ഇൻ മൈൻഡ് അവിടെ പി എന്ന് പറയുന്നത് ഡൈപോൾ മൊമെൻ്റ് ആണ്, ഇ എന്ന് പറയുന്നത് സി ഹിയർ നമ്മുടെ മാഗ്നറ്റിക് ഡൈപോളാണ്. അപ്പോൾ നമുക്ക് എം ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡിന് പകരം നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ആംഗിൾ ബിറ്റ്വീൻ ദാറ്റ് മാഗ്നറ്റിക് മൊമെൻറ്റും അതോടൊപ്പം മാഗ്നറ്റിക് ഫീൽഡുമാണ് തീറ്റയായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തെ കേസിൽ ഇവിടുത്തെ ആംഗിൾ θ1 0 ആണ്. സോ കോസ് 0 മൈനസ് കോസ് 180. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു
mb into that cos 0 is 1, 1 minus cos 180 is minus 1. So it becomes 1 plus 1 becomes 2. So 2 times of mb. So we can take b as the answer. So we can move with the question number fifth one from 2013. അപ്പോൾ ഇവിടെ 2013 the angle of dip at a place where the horizontal and the vertical components of earth field are equal. സാധാരണ രൂപത്തിൽ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കാര്യം, നമ്മളൊരു പെർട്ടിക്കുലർ പ്ലേസിൽ നമ്മളൊരു മാഗ്നറ്റിക് നീഡിൽ വെക്കുകയാണെങ്കിൽ, അതൊരു കോമ്പസ് നീഡിലാണെങ്കിൽ നമുക്കറിയാം അത് എർത്തിൻ്റെ ഡയറക്ഷൻ ഓഫ് ഫീൽഡിലേക്കാണ് വന്ന് നിൽക്കുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ സ്വാഭാവികപരമായിട്ടും ഇതാണ് ടോട്ടൽ ഫീൽഡായിട്ട് നമ്മൾ പറയുന്നതെങ്കിൽ, സോ അവനെ നമുക്ക് രണ്ട് പ്രധാനപ്പെട്ട കമ്പണൻറ്റുകളായിട്ട് ഹൊറിസോണ്ടൽ വെർട്ടിക്കലായിട്ട് നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ അതിൽ ഈ ആംഗിളിനെയാണ് നമ്മൾ ഡെൽറ്റ എന്ന് നമ്മൾ പറയാം. സോ ദിസ് കമ്പോണൻറ്റ് ഈസ് ദ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്. അതിന് നമ്മൾ ബി കോസ് ഡെൽറ്റ എന്നാണ് പറയാം. അതോടൊപ്പം ദിസ് വൺ ദ വെർട്ടിക്കൽ കമ്പോണൻറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു ബി സൈൻ ഡെൽറ്റ എന്ന് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ horizontal and the vertical components are equal, that what we can say, that means BV is equal to BH, that is equal to B sin delta എന്ന് പറയുന്നത് equal to B cos delta എന്നല്ലേ. സോ B ക്യാൻസൽ ആണ്. സോ അങ്ങനെയാണെങ്കിൽ sin delta that division by cos delta that is equal to 1. That means tan delta equal to 1. That will happen when, and that is at 45 degree. So that is a very important concept. So we can take A as the answer for the problem. We can move with the question number sixth one from 2012. A straight wire carrying current I is made into a circular loop. Okay, so that is become a circular loop. If m is a magnetic moment associated with the loop, then the length of the wire is. അപ്പോൾ നമ്മുടെ മാഗ്നറ്റിക് മൊമെൻ്റ് എന്ന് പറയുമ്പോൾ സാധാരണ രൂപത്തിൽ ഒരു എൻ നമ്പർ ഓഫ് ടേൺസ് ഉള്ള ലൂപ്പാണെങ്കിൽ നമുക്കറിയാം എൻ ഇൻറ്റു ഐ ഇൻറ്റു എ. ഇതാണ് മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റിലേഷൻ. ഇവിടെ ഒരു ലൂപ്പ് എന്നുള്ള കൺസെപ്റ്റിൽ എടുത്താൽ n is equal to 1, the current flowing into that ഏരിയ എന്ന് പറയുമ്പോൾ അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് r² ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. പക്ഷേ ഇവിടെ നമുക്ക് ലെങ്ത് ആണ് ചോദ്യമായിട്ട് വന്നിരിക്കുക. അപ്പോൾ നമുക്കറിയാം ഒരു എൽ ലെങ്ത് ഉള്ള ഒരു മെറ്റീരിയലാണ്, അത് 6 റേഡിയസ് ഉള്ള ഒരു ലൂപ്പായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് ആ ലെങ്തിനെയും അതോടൊപ്പം തന്നെ നമ്മളുടെ റേഡിയസും തമ്മിൽ നമുക്ക് റിലേറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ 6 റേഡിയസ് ഉണ്ടെങ്കിൽ ആ ലെങ്ത് അവൻ്റെ സർക്കംഫറൻസ് ആയിട്ടാണല്ലോ മാറിയത്. സോ 2πr എന്ന് പറയുന്നത് എല്ലായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് ആറിന് പകരമായിട്ട് L/2π എന്ന് പറയുന്ന ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. സോ മാഗ്നറ്റിക് മൊമെൻ്റ് എന്ന് പറയുന്നത് I ഇൻറ്റു പൈ ഇൻറ്റു L² ഡിവിഷൻ ബൈ 4 ഇൻറ്റു π². അപ്പോൾ അവിടെ പൈയും നമുക്കവിടെ ക്യാൻസലായിട്ട് മാറുകയാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു IL² ഡിവിഷൻ ബൈ 4π ആയി മാറി. അപ്പോൾ നമുക്ക് വേണ്ടത് ലെങ്ത് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് L² നമ്മുടെ റിലേഷൻ നമ്മൾ എഴുതിയാൽ it becomes is equal to 4πm, that division by I. So L is equal to root of 4πm by I. So we get the answer as the first choice. So we can move with the question number 7 from 2012. A magnet takes a minute to make 30 oscillations in a magnetic field. If the field strength is doubled, then the time period of oscillations is. So that's a question. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്, 30 ഓസിലേഷൻസിന് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 60 സെക്കൻഡ്സ് എന്നാണ് പറയാം. അപ്പോൾ ഒരു ഓസിലേഷൻ എടുക്കുന്ന സമയം, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നമ്മളുടെ ടൈം പീരീഡ്. ദാറ്റ് ഈസ് 60/30 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. എന്നിട്ട് പറയാണ് ഇഫ് ദ ഫീൽഡ് സ്ട്രെങ്ത് ഈസ് ഡബിൾഡ്. അപ്പോൾ നമുക്കറിയാം സാധാരണ രൂപത്തിലൊരു മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്താലുള്ള ടൈം പീരീഡിൻ്റെ റിലേഷൻ എന്ന് പറയുന്നത് ആസ് 2π ഇൻറ്റു റൂട്ട് ഓഫ് I/mb എന്നാണ്. ഇപ്പോൾ രണ്ടാമത്തെ കേസിൽ ഇവിടെ എന്തിനാണ് മാറ്റം പറഞ്ഞിരിക്കുന്നത്? അവിടെ മാഗ്നറ്റിനല്ല
പകരം മാഗ്നറ്റിക് ഫീൽഡിനാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. ആ വ്യത്യാസം ഇവിടെ ഡബിൾ ആക്കി മാറ്റി എന്നാണ് പറയുന്നത്. സോ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ലൈക്ക് ദാറ്റ്. അപ്പോൾ ഇവിടെ ഈ ഇക്വേഷനിൽ നിന്ന് ആ 1/√2 ഒന്ന് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്കതിനെ 2π × √I/mp എന്ന് പറയുന്ന ആദ്യത്തെ റിലേഷനിലേക്ക് നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ സ്വാഭാവികപരമായിട്ടും 2π × √I/mp എന്ന് പറയുന്നതാണ് നമ്മുടെ ഇവിടുത്തെ 2 seconds എന്ന് പറയുന്നത്. സോ 1/√2 × 2 ആയിട്ട് മാറി. സോ വി ഗെറ്റ് ദ ആൻസർ ആസ് √2. So we can take as A as the answer. So we can move with the next one for question number 8 from 2012 again. The magnetic flux linked with a coil of n turns of area of cross section A held with its plane parallel to the field B. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ്. മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം B.A or BA cos theta. അപ്പോൾ അവിടുത്തെ ഏരിയ വെക്ടറും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ എന്നുള്ള കാര്യം മറക്കരുത്. അപ്പോൾ ഇവിടെ പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാണോ ഉള്ളത് അതിന് പാരലലാണ് പ്ലെയിൻ. അപ്പോൾ നമ്മുടെ ഏരിയ ലൈക്ക് ദിസ് വൺ, ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. അപ്പോൾ നമുക്ക് അവിടുത്തെ ഏരിയ വെക്ടറിനെ പറ്റി നമ്മളൊന്ന് പഠിച്ചാൽ ദാറ്റ് ഏരിയ ടേക്ക് ദ വാല്യൂ ലൈക്ക് ദിസ് വൺ. സോ ദാറ്റ് ഈസ് ദ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏരിയയും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിൾ അവിടെ 90 ഡിഗ്രി ആയിട്ട് മാറുകയാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു BA. അപ്പോൾ ഇവിടെ n നമ്പർ ഓഫ് ടേൺസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഫ്ലക്സ് n ആയിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. സോ NBA ദാറ്റ് ബിക്കംസ് cos 90. cos 90 becomes 0. സോ ദ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് നമുക്ക് 0 ആയിട്ട് കൺസിഡർ ചെയ്യാം. നമ്പർ 9. The ferromagnetic core of electromagnets should have. ഇപ്പോൾ സാധാരണ നമ്മുടെ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് കം അണ്ടർ ദ സോഫ്റ്റ് മാഗ്നറ്റ്സ് എന്ന് പറയാം. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് മാഗ്നറ്റ്സിൻ്റെ മാഗ്നറ്റിക് ഹിസ്റ്ററിസിസ് കർവ് നമ്മൾ വരയ്ക്കുന്ന സമയത്ത് നമ്മൾ വളരെ ശ്രദ്ധയോടെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണത്. പല ടെക്സ്റ്റ് ബുക്കുകളിലും ഒരു കോൺട്രവേഴ്സിയുള്ള കൺസെപ്റ്റ്, നമ്മുടെ പഴയ NCERTയിലെ വേർഷൻ മെറ്റീരിയൽ നമ്മൾ സെൻസ് ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മളുടെ ഒരു സോഫ്റ്റ് മാഗ്നറ്റ്സിൻ്റെ ഗ്രാഫാണെങ്കിൽ വളരെ തിന്നായിട്ടുള്ള ലെങ്തി ആയിട്ടുള്ള കർവാണ് എങ്കിൽ അതിന് പകരമായിട്ട് നമ്മൾ ഒരു പെർമനൻ്റ് മാഗ്നറ്റിൻ്റെ അല്ലെങ്കിൽ ഹാർഡ് മാഗ്നറ്റിൻ്റെ മെറ്റീരിയൽ കൺസിഡർ ചെയ്യുമ്പോൾ ദ കർവ് ഈസ് ലൈക്ക് ദിസ് വൺ. അപ്പോൾ അതിൽ ടെക്നിക്കലായിട്ടുള്ള വേർഡുകൾ നമ്മളെ മനസ്സിലേക്ക് വരേണ്ട ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഗ്രാഫ് നമ്മൾ BH കർവാണ് നമ്മൾ വരയ്ക്കുന്നത്. ആ BH കർവിൽ ഇതിനെ വിളിക്കുന്ന പേര് H0 ആകുമ്പോൾ അതിൽ റെസിഡ്യുവലായിട്ട് നിൽക്കുന്ന മാഗ്നറ്റിസമാണ്. അപ്പോൾ അതിനെയാണ് നമ്മുടെ ദിസ് ഈസ് OA എന്ന് നമുക്ക് എടുക്കാം. സോ OA ഈസ് കോൾഡ് ദ റെസിഡ്യുവൽ മാഗ്നറ്റിസം. അതിനെ ടെക്നിക്കലി വിളിക്കുന്ന പേരാണ് റിട്ടൻറ്റിവിറ്റി. അതോടൊപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു കൺസെപ്റ്റാണ് ദിസ് ഫാക്ടർ അല്ലെങ്കിൽ ദിസ് വൺ. നമുക്ക് OB എന്ന് വിളിക്കാം. OB. അപ്പോൾ ആ OB എന്ന് പറയുന്നത് കീപ്പ് ഇൻ മൈൻഡ് കൊയേഴ്സീവ് ഫോഴ്സ് എന്ന് നമുക്ക് പറയാം. നെഗറ്റീവ് ഫീൽഡ് റിക്വേർഡ് ടു ദാറ്റ് റെസിഡുവൽ മാഗ്നറ്റിസം 0 ആക്കാൻ വേണ്ടി. ഇപ്പോൾ സാധാരണ രൂപത്തിലൊരു സോഫ്റ്റ് മാഗ്നറ്റ് ആണെങ്കിൽ ഈ റിട്ടൻറ്റിവിറ്റിയും കൊയേഴ്സിവിറ്റിയും സ്മോൾ ആയിരിക്കും. പക്ഷേ ഈ പറഞ്ഞ പെർമനൻ്റ് മാഗ്നറ്റിന് ലാർജ് ആയിരിക്കും. അതോടൊപ്പം തന്നെ ഇവിടെ പക്ഷെ നമുക്ക് വന്നിരിക്കുന്നത് ചോയ്സസ് ബ്രോഡ് ഹിസ്റ്റോറിസിസ് ലൂപ്പാണ്, അല്ല സ്മോൾ ആയിരിക്കണം ഫോർ ഫെറോമാഗ്നറ്റിക്. ഹൈ പെർമിയബിലിറ്റി ആൻഡ് ഹൈ റിട്ടൻറ്റിവിറ്റി. പെർമിയബിലിറ്റി അത് ഫെറോമാഗ്നറ്റിക് പ്രത്യേകിച്ച് അയൺ മാതിരിയുള്ള മെറ്റീരിയൽസിന് വളരെ കൂടുതലാണെന്നറിയാം. സോ അത് നീഡഡ് ആകുന്ന ഒരു ക്വാളിറ്റിയാണ്. ഹൈ പെർമിയബിലിറ്റി ഉണ്ടായിരിക്കണം, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷേ വാട്ട് അബൌട്ട് ദ റിട്ടൻറ്റിവിറ്റി ലോ ആയിരിക്കണം. സോ ഹൈ പെർമിയബിലിറ്റി ആൻഡ് ലോ റിട്ടൻറ്റിവിറ്റി, ദാറ്റ് ഈസ് ദ ആൻസർ ഫോർ 9th question. We can
So high permeability and low retentiveness. So E is the answer for the problem. So we can move with the question number 10th one. Choose a correct statement. A paramagnetic material tends to move from a strong magnetic field to weak magnetic field. പാരാമാഗ്നറ്റിക് അപ്പോൾ അവന് ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ അതെപ്പോഴും വീക്കിൽ നിന്ന് സ്ട്രോങ്ങിലേക്ക് മൂവ് ചെയ്യാനേ പറ്റൂ. സോ ദാറ്റ് ഈസ് എ റോങ് വൺ. നമുക്ക് വേണ്ടത് കറക്റ്റാണ്. എ മാഗ്നറ്റിക് മെറ്റീരിയൽ ഈസ് ഇൻ ദ പാരാമാഗ്നറ്റിക് ഫേസ് ബിലോ ഇറ്റ്സ് ക്യൂറിംഗ് ടെമ്പറേച്ചർ. സാധാരണ രൂപത്തിൽ ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ ഫെറോമാഗ്നറ്റിക് നിന്ന് പാറയിലേക്ക് മൂവ് ചെയ്യുകയാണ് സാധാരണ ചെയ്യുക, ടെമ്പറേച്ചർ കൂടുന്നതിന് അനുസരിച്ച്. അപ്പം എബവ് ക്യൂ, അപ്പോൾ സ്വാഭാവികപരമായിട്ടും സാധാരണ രൂപത്തിൽ ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ പാരാമാഗ്നറ്റിക് ആയിട്ട് നിൽക്കുന്നത് ക്യൂറി ടെമ്പറേച്ചറിന് എബോവ് ആണെന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എ റോങ് വൺ. ദെൻ the resultant magnetic moment in an atom of a diamagnetic substance is zero. So that is the correct statement. Keep in mind. Then the typical domain size of the ferromagnetic materials 1 nanometer. അപ്പോൾ സാധാരണ രൂപത്തിൽ ആ വാല്യൂ എന്ന് പറയുന്നത് 10 to the power of -4 to 10 to the power of -6 meter ആണ്. So that's a wrong one. The susceptibility of a ferromagnetic material is slightly greater than 1. സാധാരണ ലാർജർ വാല്യൂസ് ആണ് സാധാരണ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസിൽ വരുന്നത്. വളരെ ലെസ്സായിട്ടുള്ള വാല്യൂ അല്ലെങ്കിൽ ചെറിയ ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുന്നത് പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസിന് നമുക്ക് പറയാൻ പറ്റും. സോ ഹിയർ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സി ആയിട്ട് നമുക്ക് എടുക്കാം. സോ വി ക്യാൻ മൂവ് വിത്ത് ദ ക്വസ്റ്റ്യൻ നമ്പർ 11. The angle of dip at a place is 37 degree and the vertical component of the earth magnetic field is 6 into 10 to the power of -5. Then the earth magnetic field at this place is, so that's a question. അപ്പോൾ നമുക്കറിയാം വെർട്ടിക്കൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത് മറ്റൊരു ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടു, ദാറ്റ് ഈസ് ഈക്വൽ ടു ബി സൈൻ ഡെൽറ്റ. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എഴുതാം that vertical component division by sine that dip, that is a sine 37. So that is equal to, what is the value for that earth magnetic field vertical component? 6 into 10 to the power of -5 by sine 35. അപ്പോൾ ഇവിടെ നമുക്കൊരു ആംഗിൾ തന്നിട്ടുണ്ട്, അത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. 37 എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് 3 4, അപ്പോൾ ഇത് 5 ആയിരിക്കുമെന്നറിയാം. അപ്പോൾ സൈൻ 37 എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് opposite division by the hypotenuse as a 3 by 5. So we can just substitute that sine 37. So 6 into 5 by 3 into 10 to the power of -5. So it becomes 10 into 10 to the power of -5. So we get 10 to the -4 Tesla. So that is the answer. So we can treat D as the choice. So we can move with the question number 12. A paramagnetic substance of susceptibility, so that is given as a size equal to 3 into 10 to the power of -4, is placed in a magnetic field. So magnetic field, so I think it is ampere per meter, and hence H is given as 4 into that 10 to the power of -4. Then what is the value for intensity of magnetization? So that is I is proportional to H. We can say I is equal to chi into H. So what is the value for chi? Here as 3 into 10 to the power of -4 into, that is 4 into 10 to the power of -4. So that is equal to 12 into 10 to the power of -8. So we can say C as the choice here. So dear students, 2007 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റി. സാധാരണ രൂപത്തിൽ ഒരു ക്വസ്റ്റ്യൻ എങ്കിലും മിനിമം ചോദിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് 2020 2 ക്വസ്റ്റ്യൻസ്. സോ ട്രൈ ടു ഗോ വിത്ത് ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സ് വളരെ ഡീറ്റെയിലോടെ മൂവ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ടേക്ക് കെയർ. ഗോഡ് ബ്ലസ് യു.